ഊണിൽ ഫോളോ ചെയ്യണം, ഉറക്കത്തിൽ ഫോളോ ചെയ്യണം, മുണ്ടുടുക്കുമ്പോൾ ഫോളോ ചെയ്യണം. വേണ്ടേ? മുണ്ടുടുക്കുന്നതിന് റസൂലുള്ളാഹിയുടെ നിർദ്ദേശമില്ലേ? ഇല്ലേ? എത്ര താഴാമുണ്ട്, എത്ര താഴാമുണ്ട്? കണങ്കാലിൻ്റെ താഴെ താഴാമോ? നിർദ്ദേശമില്ലേ? ഉടുപ്പിലും നടപ്പിലും വെടുപ്പിലും അതിലൊന്നും റസൂലുള്ളാഹി ഇല്ല. റസൂലുള്ളാഹി ആരാധനാ കൽപ്പനകളിലേ ഉള്ളൂ. ആര് പഠിപ്പിച്ചു നിന്നെ ഈ ഇസ്ലാം? അവിടെയാണ് ഈ ഉമ്മത്തിന് പതറിയത്. അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുസൽമാൻ മുണ്ടെടുത്താൽ ലോകത്തിനറിയാമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റമായിരുന്ന നല്ല കാലത്ത് ഒരു മുസൽമാൻ മുണ്ടെടുത്താൽ, രാഷ്ട്രീയത്തിലെ മുസൽമാൻ മുണ്ടെടുത്താൽ അവൻ്റെ കണങ്കാലിൻ്റെ താഴെ പോകില്ലായിരുന്നു. മന്ത്രി മുണ്ടെടുത്താൽ കണങ്കാലിൻ്റെ താഴെ പോകില്ലായിരുന്നു. ഇന്നോ കണങ്കാലിൻ്റെ താഴെ പോകാതെ മുണ്ടെടുക്കുന്ന അക്കാര്യത്തിൽ നിർബന്ധമുള്ള എത്ര മുസ്ലിമുണ്ട് ഇവിടെ? റസൂലിനെ പറയാൻ മറന്നപ്പോ, റസൂലിനെ പരിചയപ്പെടാൻ മറന്നപ്പോൾ, റസൂലിനെ ചർച്ച ചെയ്യാൻ മറന്നപ്പോൾ, റസൂല് നമ്മുടെ ചിന്താ വർത്തമാന ശീലങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ, ആ സ്ഥാനത്ത് മറ്റു റോൾ മോഡലുകൾ കയറി വന്നപ്പോൾ, താരങ്ങൾ കടന്നു വന്നപ്പോൾ, മനുഷ്യത്തിൻ്റെ സഹജ പ്രകൃതമായ അനുകരണ വാസന അവരിലേക്ക് വഴിമാറിയപ്പോൾ റസൂല് ഉടുത്തതുപോലെ ഉടുക്കാൻ നമുക്ക് മടിയായി, നടന്ന് തിന്നാൻ ആവേശമായി. അല്ലേ? തീറ്റ ഇബാദത്താകേണ്ട മുസൽമാൻ കന്നുകാലിയെപ്പോലെ നടന്ന് തിന്നുന്നവനല്ലേ മുസൽമാൻ? കല്യാണ സദസ്സുകളിൽ വേണമെങ്കിൽ ചെല്ലുന്നിടത്ത് വെച്ചിരിക്കുന്ന തീറ്റയെടുത്ത് വേണമെങ്കിൽ പോയി സീറ്റ് കണ്ടുപിടിച്ച ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തിന്നോണം. നടന്ന് തിന്നാനാണ് ഞാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വല്ലാഹി അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശത്രുവാണവൻ. എവിടെയാണ് ഇത്തിബാ? എവിടെ ഇത്തിബാ? ചുമ്മാ പറഞ്ഞടക്കുക. ഈ സമുദായം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എങ്കിൽ അള്ളാഹ് നമ്മെ സ്നേഹിക്കണമെങ്കിലുള്ള വഴിയാ പറയണേ. കുല്ലിങ്കുന്തും തുഹിബ്ബൂനല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ഫത്തബിയൂനി, എന്നെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന് മാത്രമല്ല കേട്ടോ. ഊണിൽ ഫോളോ ചെയ്ത് അത് ഇബാദത്താക്ക്, ഉറക്കത്തിൽ ഫോളോ ചെയ്ത് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ പറഞ്ഞുകൊണ്ട് എന്നെ പിന്തുടർന്ന് ഇബാദത്താക്ക്. നിന്റെ ഉടുപ്പിൽ നീ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് അത് ഇബാദത്താക്ക്. നിന്റെ താടി രോമങ്ങൾ നീ വളർത്തുന്നതിൽ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇബാദത്താക്ക്. വിശദീകരണം വേണ്ടല്ലോ. നിന്റെ മുടി വെട്ടുന്നതിൽ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് നീ ഇബാദത്താക്ക്. ആക്കിയില്ലെങ്കിൽ നീ എവിടെ ഫോളോ ചെയ്തു? നീ ആരെയോ ഫോളോ ചെയ്തു, ഉറപ്പാണ്. നിന്റെ ഹെയർ സ്റ്റൈൽ ആരെയോ ഫോളോ ചെയ്തതാണ്. അതുപോലെ നിന്റെ ഫേസ് സ്റ്റൈൽ ആരെയോ ഫോളോ ചെയ്തതാണ്. നിന്റെ വസ്ത്രം നീ ആരെയോ ഫോളോ ചെയ്തതാണ്. അതെന്നെയല്ല, എൻ്റെ കൽപ്പനയല്ല, എൻ്റെ ഹബീബിൻ്റെ മാതൃകയല്ല എന്ന് അള്ളാഹുവിന് വിലയിരുത്താൻ അറിയാത്ത പൊട്ടനാണോ നമ്മുടെ റബ്ബ്?